രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ ദിവസം നമ്മൾ ലക്ഷ്മണോപദേശം ആരംഭിച്ചു. മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയെയും അതുപോലെ നശ്വരതയെയും ലക്ഷ്മണന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ശ്രീരാമൻ. ആ ലക്ഷ്മണോപദേശം തുടരുന്നു. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ലക്ഷ്മിയും അതുപോലെ യൗവനവും നശ്വരങ്ങളാണ്, എപ്പോ വേണമെങ്കിലും കൈവിട്ടു പോകാം. അതുപോലെ സ്വപ്ന സമാനം കളത്ര സുഖം. ദാമ്പത്യ സുഖത്തിൽ മോഹിക്കാത്ത ഗൃഹസ്ഥനുണ്ടോ? ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുന്നത് തന്നെ ദാമ്പത്യ സുഖം, അതിലൂടെ സന്താന ഭാഗ്യം, ഇതാണല്ലോ ഉദ്ദേശ്യം. എന്നാൽ ഈ ഇന്ദ്രിയ സുഖം, ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ആശ്രയിച്ച് അനുഭവിക്കാൻ പറ്റുന്ന സുഖമൊക്കെ സ്വപ്ന സമാനം, സ്വപ്നം പോലെ അല്പകാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. സ്വപ്ന സമാനം കളത്ര സുഖം നൃണാം അല്പം ആയുസ്സും നിരൂപിക്ക ലക്ഷ്മണ. മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നു പോകുന്നതാണ്. 60 കൊല്ലം, 70 കൊല്ലം, 100 കൊല്ലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് വളരെ വേഗം കടന്നു പോകും. കാരണം ഈ സമയം തന്നെ ഭ്രമമാണ്. അതുകൊണ്ട് ഈ കളത്ര സുഖം സ്വപ്നതുല്യമാണ്, അതുപോലെ ആയുസ് വളരെ ക്ഷണികമാണ് എന്നും മനസ്സിലാക്കൂ നീ ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. രാഗാദികളെ കൊണ്ട് ഇളകി മറിയുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഇങ്ങനെയുള്ള രജോഗുണത്തിൽ നിന്ന് ഉണ്ടാവുന്ന അതിശക്തമായ വികാരങ്ങളെ കൊണ്ട് ലോകമാകെ ഇളകി മറിയുന്നു. എവിടെ നോക്കിയാലും അധികാര ദുർമോഹം, അധികാരത്തിനുള്ള വടംവലി, ഞാൻ കേമനോ നീ കേമനോ നോക്കിക്കളയാം, ഈ ഒരു മാത്സര്യ ബുദ്ധി, ഇങ്ങനെ രാഗദ്വേഷങ്ങളെ കൊണ്ട് സങ്കുലമായിട്ടുള്ള ഇളകി മറിയുന്ന ഈ സംസാരം ഒന്ന് ആലോചിച്ചാൽ സ്വപ്നതുല്യമാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും. കാരണം ഒന്നിനും ഒരർത്ഥവുമില്ല. അധികാരം പിടിച്ചടക്കുന്നവർ എത്ര നേരം ആ അധികാര കസേരകളിൽ ഇരിക്കും? അവരുടെ ആയുസ്സിന് എന്തെങ്കിലും ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഈ സംസാരം ഒന്ന് ആലോചിച്ചാൽ, എന്റെ കൂട്ടുകാരാ, സഖേ, സഹോദരനാണ്, അനിയനാണ്, എന്നാലും സഖേ, സ്വപ്നതുല്യമാണെന്ന് നീ മനസ്സിലാക്കണം. ഓർക്ക ഗന്ധർവ നഗര സമാമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം. ഓർക്ക ഗന്ധർവ നഗര സമം അതിൽ. നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഗന്ധർവ നഗരം പോലെ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ കാണപ്പെടുന്ന നഗരം, വാസ്തവമല്ല, വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഗന്ധർവ നഗരം പോലെയുള്ള ഈ ലോകത്തിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. മണ്ടന്മാരാണ് ഈ വിഷയസുഖങ്ങളുടെ പുറകെ പായുക. ബുദ്ധിയുള്ളവൻ ഇതിലൊന്നും തലവെച്ചു കൊടുക്കില്ല. ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം. എന്താണ് ദിവസവും സംഭവിക്കുന്നത്? രാവിലെ സൂര്യൻ ഉദിക്കുന്നു, ആദിത്യദേവൻ രാവിലെ ഉദിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. പെട്ടെന്ന് സമയം നോക്കുമ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ സന്ധ്യ, രാത്രിയായി, പിന്നെ കിടക്കുകയായി, ഉറക്കമായി, വീണ്ടും സൂര്യൻ ഉദിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നു. അവസാനം എന്താ? എനിക്ക് 80 വയസ്സായി, ഞാൻ വൃദ്ധനായി, ഞാൻ ജീവിതത്തിൽ എന്തു നേടി, എന്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. കർമ്മത്തിൽ വ്യാപൃതനായി കഴിയുന്നു ഓരോ മനുഷ്യനും. ആദിത്യദേവൻ രാവിലെ ഉദിക്കുന്നു, പെട്ടെന്ന് തന്നെ യാദപ്പതിയിൽ മറഞ്ഞിതു സത്വരം. യാദപ്പതി എന്ന് പറഞ്ഞാൽ ജലജീവികളുടെ അധിപൻ. ആരാണ്? കടൽ. ഉദയാജലത്തിൽ ഉദിച്ചു പൊന്തുന്ന സൂര്യൻ സമുദ്രത്തിൽ താഴുന്നു. സൂര്യൻ അസ്തമിക്കുന്നു എന്നർത്ഥം. അത് കഴിഞ്ഞാലോ നിദ്രയും വന്നിതു ഉദയ ശൈലോപരി, വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ.
അങ്ങനെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അത്താഴവും കഴിച്ച് ഉറക്കം തുടങ്ങും. അപൂർവം ചിലർ 10, 11, 11:30, 12 വരെ വാട്സപ്പും ഒക്കെ നോക്കി അല്ലെങ്കിൽ ടി വിയിൽ ഏതെങ്കിലും പ്രോഗ്രാമും ഒക്കെ കണ്ട് അവസാനം ഇനി കാണാൻ പറ്റില്ല, വയ്യ, ഉറങ്ങിയേ പറ്റൂ എന്നുള്ള സ്ഥിതിയാകുമ്പോൾ കിടന്നുറങ്ങും. അങ്ങനെ നിദ്രയും വന്നിത്, ഉറക്കം വരും. ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല. രാവിലെ നമ്മളുടെ ഇഷ്ടമില്ലാതെ തന്നെ നമ്മൾ ഉണരും. ഉറങ്ങുന്നതും നമ്മുടെ ഇഷ്ടത്തോടു കൂടിയല്ല. നിദ്രയും വന്നിത് ഉദയശൈലോപരി, ഉദയപർവ്വതത്തിന്റെ മുകളിൽ രാവിലെ വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. രാവിലെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഉദയപർവ്വതത്തിന്റെ മുകളിൽ സൂര്യൻ ഉദിച്ചു പൊന്തുകയായി. യുദ്ധം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നത് ഏതും അറിവില്ല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. പച്ചയായ ജീവിത സത്യത്തെയാണ് ലളിതമായ മലയാള ഭാഷയിലൂടെ തുഞ്ചത്ത് ആചാര്യൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യുദ്ധം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ. ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, വൈകുന്നേരമാകുന്നു, രാത്രിയാകുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും ഉദിക്കുന്നു. ശങ്കരാചാര്യര് ഭജഗോവിന്ദത്തിൽ പ്രകാശിപ്പിച്ചതുപോലെ ദിനമപി രജനീ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലഃ ക്രീഡതി ഗച്ഛത്യായുഃ തദവിന മുഞ്ചത്യാശാ വായുഃ. ദിനമപി രജനി, പകലും രാത്രിയും മാറി മാറി വരുന്നു. സായം പ്രാതഃ, വൈകുന്നേരമാകുന്നു. അടുത്ത ദിവസം വീണ്ടും രാവിലെയാകുന്നു. ശിശിരവസന്തൗ പുനരായാതൗ, ശിശിരം വരുന്നു, തണുപ്പുകാലം, പിന്നെ വസന്തം വരുന്നു. ഇങ്ങനെ ഋതുഭേദങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ഋതുക്കളും മാറി മാറി വരുന്നു. കാല ക്രീഡതി, കാലം കളിക്കുകയാണെന്നുള്ള സത്യം നാം അറിയുന്നില്ല. കാല ക്രീഡതി, കാലം ഇങ്ങനെ കിടന്ന് കളിക്കുമ്പോഴേ ഗച്ഛത്യായുഹു, നമ്മുടെ ആയുസ്സാണ് കടന്നു പോകുന്നത്. ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഓരോരുത്തരുടെയും ആയുസ് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസം ചെല്ലും തോറും ആ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇനി എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളത്, ആ ബാക്കിയുള്ള ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരും ദിവസം കഴിയും തോറും. ഇങ്ങനെ കാലക്രീഡതി ഗച്ഛത്യായുഹു തദവിന മുഞ്ചത്യാശാവായു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യന്റെ ഉള്ളിൽ കലശലായി സ്ഥിതി ചെയ്യുന്ന, അവനെ ഇട്ട് വട്ടം കറക്കുന്ന ആ ആശകളുണ്ടല്ലോ, അതുമാത്രം മനുഷ്യ മനസ്സിനെ വിട്ടകലുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും, ഇത്ര ഭയാനകമായ പരിസ്ഥിതികൾ ഉണ്ടായിട്ടും മനുഷ്യന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ മാത്രം താണ്ഡവ നൃത്തം ചെയ്യുന്നു. യുദ്ധം അതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ, ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ച ജന്തുക്കളെ പോലെ കഴിയുന്നു മനുഷ്യർ. അവർ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. സമയം കടന്നു പോകുന്നു, നമ്മുടെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നേയില്ല. ആയുസ് പോകുന്നത് ഏതും അറിവില്ല. ആയുസ് കടന്നു പോകുന്നു എന്നുള്ള സത്യം ആരും മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട്? മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടു ജരാനരയും പൂണ്ട്. ആയുസ് പോകുന്നത് ഏതും അറിവില്ല. ആയുസ് പോകുന്നത് അറിയാതിരിക്കാൻ എന്താ കാരണം? മായാസമുദ്രത്തിൽ ഈ ജീവന്മാർ മുങ്ങിക്കിടക്കുന്നു, മോഹിച്ചു പോയിരിക്കുന്നു. സത്യം എന്താണ് എന്ന് അവൻ ചിന്തിക്കുന്നേയില്ല. താൻ അനന്തകാലം ജീവിച്ചിരിക്കും എന്നാണ് ഓരോ ജീവനും കരുതുന്നത്. ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. മനുഷ്യന്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ്? വന്നു ഓണം, വരുന്നു വിഷുവെന്നും, വന്നീലല്ലോ തിരുവാതിര എന്നും, ചിങ്ങമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും, ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. ഓണം വന്നു, വിഷു വരുന്നു, വന്നു ഓണം, വരുന്നു വിഷു, വന്നീലല്ലോ തിരുവാതിര, തിരുവാതിര ഇങ്ങെത്തിയില്ലല്ലോ, വരുന്ന ചിങ്ങത്തിലാണ് എന്റെ ജന്മദിനം. എന്താണ് എന്റെ ജന്മദിനം? അശ്വതി നാൾ, അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവനാണ് ഞാൻ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോ വന്നു ഓണം, വരുന്നു വിഷുവെന്നും, വന്നീലല്ലോ തിരുവാതിര എന്നും, ചിങ്ങമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും, ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോ ചത്തുപോകുന്നു പാവം ശിവശിവ.
ആ വ്യക്തി മരിച്ചു പോകുന്നു. ഈ വിശേഷ ദിവസങ്ങളൊക്കെ വന്നണയുന്നതിന് മുമ്പേ തന്നെ ആ വ്യക്തി ഈ ലോകത്ത് നിന്നും യാത്രയാവും. അതുകൊണ്ട് മനുഷ്യജന്മം അങ്ങേയറ്റം നശ്വരമാണ്. അപ്പൊ ഈ ആയുസ് പോകുന്നത് മനുഷ്യൻ അറിയാത്തതിന് എന്താ കാരണം? താനും ഒരു ദിവസം മരിക്കും എന്നുള്ള സത്യത്തെ ബോധപൂർവം ചിന്തിക്കാതിരിക്കാൻ എന്തുകൊണ്ട് അവൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ, മായയാകുന്ന സമുദ്രത്തിൽ ആണ്ട് കിടക്കുന്നു. അതാണ് ഈ സത്യത്തെ ചിന്തിക്കാതിരിക്കാൻ കാരണം. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ട് ചീർത്ത മോഹേന മരിക്കുന്നതോ ചിലർ. വൃദ്ധനാവുന്നു, ശരീരത്തെ ജരാനരകൾ ബാധിക്കുന്നു, അപ്പോഴും മോഹം മാത്രം ഒട്ടും കെട്ടടങ്ങുന്നില്ല. ചീർത്ത മോഹേന, ആ ആഗ്രഹങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കവേ തന്നെ ഇവൻ പ്രാണൻ ത്യജിക്കാൻ നിർബന്ധിതനാകുന്നു. ചീർത്ത മോഹേന മരിക്കുന്നതോ ചിലർ, ചത്തുപോകുന്നു എന്നർത്ഥം. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനഃ ഓർത്തറിയുന്നീല മായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ, കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കവേ തന്നെ പുനരോർത്ത് അറിയുന്നീല മായതൻ വൈഭവം. ഇതൊക്കെ മായയാണ്, നശ്വരമാണ്, ഞാൻ ഒരു ഭ്രമത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ മായയുടെ വൈഭവത്തെ മനുഷ്യൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. പിന്നെ അവന്റെ വിചാരം എന്താ? ഇപ്പോൾ ഇത് പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്പോൾ ഇതാ പകൽ, ഈ പകലിനെ തുടർന്ന് രാത്രി, രാത്രിയുടെ ഒടുവിൽ പിന്നെയും പകൽ, അതിനെ തുടർന്ന് രാത്രി. ഇങ്ങനെ ഒരു രാവും ഒരു പകലും കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസമാണ് നഷ്ടമാകുന്നത്. അങ്ങനെ 365 ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഒരു കൊല്ലമങ്ങ് പോയി. അങ്ങനെ ഒരു 80 കൊല്ലങ്ങൾ കടന്നു പോകാൻ എത്ര സമയം വേണം? ഒക്കെ നശ്വരമല്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും. വന്നു ഓണം വരുന്നു വിഷുവെന്നും വന്നീലല്ലോ തിരുവാതിര എന്നും. ചിങ്ങമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതീ നാളെന്നും. യുദ്ധമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുകയാണ്, എണ്ണി എണ്ണി കുറയുന്നു ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് 25 വയസ്സായി, അടുത്ത കൊല്ലം 26, പിന്നീട് 27. ഓ, കുഞ്ഞ് വളർന്നു വരികയാണ്, കുഞ്ഞിന് പല്ലു മുളച്ചു, അവൻ ശൈശവത്തിൽ നിന്ന് ബാല്യാവസ്ഥയിലേക്ക് കടന്നു. ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ആയുസ്സിൽ ഓരോ കൊല്ലം കഴിഞ്ഞു പോവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല. ആഗ്രഹങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും. ഓണം വന്നു, വിഷു വന്നു, തിരുവാതിര വന്നില്ല. ചിങ്ങമാസത്തിലാണ് എന്റെ ജന്മനക്ഷത്രമായ അശ്വതി നാൾ. ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ, സദ്യയൊന്നും എളുതല്ലിനിയെന്നും. വൃശ്ചിക മാസത്തിലാണ് ശ്രാദ്ധം വരുന്നത്. ഓ, സദ്യയൊന്നും ഒരുക്കൂട്ടാൻ എളുപ്പമാണെന്ന് തോന്നുന്നില്ല. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും. കോണിക്കൽ തന്നെ വന്ന നിലം ഇനി കാണം അന്നെടുപ്പിക്കരുതെന്നും. യുദ്ധമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവശിവ. ആദ്യമായി ഒരു ഉണ്ണി ഉണ്ടാകണം എന്നൊരാഗ്രഹം. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവനൊരു വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം, എന്നിട്ട് വേണം സമാധാനമായിട്ട് കണ്ണടയ്ക്കാൻ. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ച്, ഒരു ഉണ്ണിയുണ്ടായ ആ ഉണ്ണിയെ കല്യാണം കഴിപ്പിച്ച് അതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും. അതിലൊരു മകൻ ജനിക്കണം എന്ന് പറഞ്ഞാൽ പേരക്കിടാവിനെയും കൂടെ കണ്ടിട്ടേ എനിക്ക് പോകാൻ ഉദ്ദേശമുള്ളൂ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കവേ ജീവിതത്തിന്റെ അർത്ഥം തന്നെ മറന്നുപോകുന്നു. ജീവിത ലക്ഷ്യം നാം വിസ്മരിക്കുന്നു. ഇതെല്ലാം മായയുടെ വൈഭവം കൊണ്ടാണ്. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാട് രാത്രിയും, പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്പുരുഷൻ ഗതിയേതും അറിയാതെ.
കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നും ഓരായികയാൽ ഇങ്ങനെ പകലിനെ തുടർന്ന് രാത്രി, രാത്രിയെ തുടർന്ന് വീണ്ടും പകൽ, നാളെ എന്ത് ചെയ്യണം, മറ്റന്നാൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ആലോചിച്ച് ഈ മൂഢബുദ്ധികളായ അജ്ഞാനികൾ ചിത്പുരുഷൻ ഗതിയേതുമറിയാതെ ചൈതന്യ സ്വരൂപനായ ആ ഭഗവാന്റെ നിശ്ചയം എന്താണ്, തീരുമാനം എന്താണെന്നറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ, കാലമായി പ്രകടമായിരിക്കുന്നത് ഈശ്വരനാണ്, ആ കാലസ്വരൂപിയായ ഭഗവാന്റെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ അദ്ദേഹത്തിന്റെ ലീലയാണ് ഈ പ്രപഞ്ചം. ഇവിടെ ഒന്നിനും ഒരു നിശ്ചയവുമില്ല, എല്ലാം നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. ആ ജഗതീശ്വരന്റെ ലീലാവിശേഷങ്ങളാണ് ഓരോന്നും എന്നുള്ള സത്യം മനസ്സിലാക്കാത്തത് കൊണ്ട് എന്തു സംഭവിക്കുന്നു? ആമകുംഭാമ്പു സമാനമായുസ്സുടൻ പോം അതേതും ധരിക്കുന്നതില്ലാരുമേ. ആമകുംഭ അമ്പു സമാനം, നല്ല പോലെ ചുട്ടെടുക്കാത്ത കുടത്തിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം പോലെയാണ് മനുഷ്യന്റെ ആയുസ്. എന്ന് പറഞ്ഞാൽ എന്താ? കലം വേണ്ട പോലെ ചുട്ടെടുത്തില്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം പതുക്കെ പതുക്കെ വാർന്നു പോകും, നമ്മൾ അറിയില്ല. ആ ചുട്ടെടുക്കാത്ത കുടത്തിൽ സ്ഥിതി ചെയ്യുന്ന ജലം എങ്ങനെയാണോ നമ്മൾ അറിയാതെ കുറച്ചു കുറച്ചായി പുറത്തോട്ട് ഒഴുകി പോകുന്നത്, അതുപോലെ നമ്മുടെ ആയുസ്സും പോകും എന്ന് ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഈ മായയുടെ വൈഭവം, ശക്തി അത്ര കണ്ട് വലുതാണ് എന്നാണ് പറയുന്നത്. തുടർന്നുള്ള ഉപദേശങ്ങൾ നമുക്ക് നാളെ വായിക്കാം.